എന്നിട്ടും ഈ പാശ്ചാത്യ മാധ്യമങ്ങൾ നിരന്തരം എഴുതിവിടുകയാണ് ആഗോള അടിസ്ഥാനത്തിൽ ഇന്ന് വരെ നടന്നിട്ടുള്ള മഹാഭൂരിപക്ഷം യുദ്ധങ്ങളുടെയും സംഘർഷങ്ങളുടെയും സംഘട്ടനങ്ങളുടെയും പിന്നിൽ മുസ്ലിങ്ങളും ഇസ്ലാമുമാണ് എന്ന്. ജിഹാദും ജിഹാദികളുമാണ് ലോകത്തിന് ഏറ്റവും വലിയ ഭീഷണി എന്ന് അവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ജിഹാദ് എന്ത് എന്ന് ഒന്നുകിൽ അവർക്കറിയില്ല. കഠിനാധ്വാനം എന്ന അർത്ഥം വരുന്ന ജഹദ് എന്ന പദത്തിൽ നിന്നാണ് ജിഹാദ് എന്ന പദം ഉത്ഭവിക്കുന്നത് എങ്കിൽ യുദ്ധം എന്ന പദം കിത്താലുൻ എന്ന പദത്തിൽ നിന്നാണ്. യുദ്ധം അനുവദിച്ചുകൊണ്ടുള്ള ഖുർആനിക വചനങ്ങൾ അവതീർണമാകുന്നതിന് എത്രയോ നാളുകൾക്ക് മുൻപ് ജിഹാദ് എന്ന പദം വിശുദ്ധ ഖുർആനിലുണ്ട്. ഖുർആനിലെ 25-ാം അധ്യായത്തിലെ 52-ാം വചനം പറയുന്നുണ്ട്, വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ. നിങ്ങൾ ഇതുകൊണ്ട് ഖുർആൻ കൊണ്ട് ജിഹാദ് ചെയ്യുക. ഖുർആൻ ഒരു തോക്കല്ല, ബോംബല്ല, വാളല്ല, മിസൈലല്ല എന്ന് നമുക്കറിയാം. പിന്നെ എന്താണ് ഖുർആൻ കൊണ്ട് ജിഹാദ് ചെയ്യുക എന്ന് വെച്ചാൽ? ഖുർആൻ കൊണ്ട് ജിഹാദ് ചെയ്യുക എന്ന് വെച്ചാൽ ഖുർആനിക തത്വങ്ങൾക്ക് അനുസൃതമായി ജീവിക്കുക എന്നതാണ്. ഖുർആൻ കൽപ്പിച്ചതുപോലെ ഏകനായ സ്രഷ്ടാവിനെ മാത്രം ആരാധിച്ച് അവനോട് മാത്രം പ്രാർത്ഥിച്ച് അവന്റെ മുൻപിൽ മാത്രം ശിരസ് കുമ്പിട്ട് അവൻ നിയോഗിച്ച പ്രവാചകരെയെല്ലാം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്ത് അവൻ മുന്നറിയിപ്പ് നൽകി അന്ത്യദിനത്തിലും പരലോകത്തിലും വിശ്വസിച്ച് അവൻ കൽപ്പിച്ചതുപോലെ നമസ്കരിച്ച് വ്രതമനുഷ്ഠിച്ച് ദാനധർമ്മങ്ങൾ ചെയ്ത് മാതാപിതാക്കളോട് നല്ല രീതിയിൽ പെരുമാറി സന്താനങ്ങളെ നല്ല രീതിയിൽ വളർത്തി അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുണ്ണാതെ അയൽക്കാരന് കൂടി ഭക്ഷണം നൽകി അവൻ ആഗ്രഹിക്കുന്നിടത്ത് കണ്ട് അവൻ വിരോധിച്ചെടുത്ത് കാണാതിരിക്കുകയെല്ലാം ചെയ്യുക എന്നതാണ് ജിഹാദ്. നിരപരാധികളെ വധിക്കാതിരിക്കുക, സ്വവർഗരീതിയിൽ ഏർപ്പെടാതിരിക്കുക, മദ്യപിക്കാതിരിക്കുക, ചൂതാട്ടത്തിൽ പങ്കെടുക്കാതിരിക്കുക, അളവ് തൂക്കത്തിൽ വ്യതിയാനം വരുത്താതിരിക്കുക, സ്ത്രീകളെ സംബന്ധിച്ച് പരദൂഷണം പറയാതിരിക്കുക, അഹങ്കാരത്തോടെ ഭൂമിയിൽ നടക്കാതിരിക്കുക, ഇങ്ങനെ ഒരുപാട് തിന്മകളിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് ജിഹാദ്. ഈ ജിഹാദിനെ എന്തിനാണ് ആളുകൾ എതിർക്കുന്നത്? അജ്ഞത മൂലമാണ് എങ്കിൽ വിശദീകരിക്കാം. എന്നാൽ അന്ധമായ ഇസ്ലാമിക വിരോധം മൂലമാണ് അവർ ജിഹാദിനെ എതിർക്കുന്നത് എങ്കിൽ അവർ എതിർക്കുന്നത് നന്മയെയാണ്, ധർമ്മത്തെയാണ്. എന്നാൽ ജിഹാദിന്റെ ഒരു വശമുണ്ട്. നിങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ, നിങ്ങളുടെ ജീവൻ ആരെങ്കിലും കവർന്നെടുക്കാൻ വന്നാൽ, നിങ്ങളുടെ വിശ്വാസത്തിനനുസരിച്ച് ജീവിക്കാൻ അനുവദിക്കാതിരുന്നാൽ പ്രതിരോധിക്കാം. വിശുദ്ധ ഖുർആൻ 22-ാം അധ്യായത്തിലെ 39-ഉം 40-ഉം വചനങ്ങളിൽ പറയുന്നില്ലേ, ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ദുലിമു വഇന്നല്ലാഹ ലാ നസ്റിഹിം ലഖദീർ അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം ബിഗൈരി ഹഖ്ഖിൻ അല്ലാ അയഖൂലു റബ്ബനല്ലാഹ്. അല്ലാഹുവാണ് ഞങ്ങളുടെ രക്ഷിതാവ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഭവനത്തിൽ നിന്ന് ഇറക്കപ്പെടുകയും മർദ്ദനത്തിന് വിധേയമാവുകയും യുദ്ധം ചെയ്യപ്പെടുകയും ചെയ്തതിനാൽ നിങ്ങൾക്ക് പ്രതിരോധിക്കാം. ഈ ഒരു അവകാശം തെറ്റാണ് എങ്കിൽ ലോകത്തിലെ എല്ലാ പീനൽ നിയമങ്ങളും നൽകുന്ന അവകാശം തെറ്റാണ് എന്ന് പറയേണ്ടി വരും. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ബന്ദ് അനുകൂലികൾ ഒരു ഫാക്ടറി ആക്രമിച്ചപ്പോൾ കേരളത്തിൽ ഒരു പിതാവും മകനും തോക്കെടുത്ത് ബന്ദ് അനുകൂലികൾക്കെതിരെ വെടിവെക്കുകയും 2 ആളുകൾ മരിച്ചിട്ടും സുപ്രീം കോടതി അവരെ വെറുതെ വിടുകയാണ് ഉണ്ടായത്. കാരണം അവർ ജീവനും സമ്പത്തും സംരക്ഷിക്കാനാണ്, പ്രതിരോധിക്കുകയായിരുന്നു. ഈ അവകാശം ഖുർആൻ നൽകുന്നത് തെറ്റാണ് എങ്കിൽ റൈറ്റ് ടു ഡിഫെൻഡ് വൺസ് ഓൺ ലൈഫ് ആൻഡ് വൺസ് ഓൺ പ്രോപ്പർട്ടിയും തെറ്റാണെന്ന് പറയേണ്ടി വരും. ജീവനും സമ്പത്തും സംരക്ഷിക്കാൻ ഇസ്ലാം പീനൽ നിയമങ്ങൾ നൽകുന്ന അവകാശങ്ങളും തെറ്റാണ് എന്ന് പറയേണ്ടി വരും. പാണ്ഡവർക്ക് രാജ്യം തിരിച്ചു നൽകാനായിട്ട് തേരാളിയായി ശ്രീകൃഷ്ണൻ നടത്തിയ യുദ്ധത്തെ ന്യായീകരിക്കുന്നവരാണ് പ്രതിരോധിക്കാൻ ഇസ്ലാം നൽകുന്ന അവകാശത്തെ നിഷേധിക്കുന്നത്. യുദ്ധം ചെയ്യാൻ മടിച്ചു നിൽക്കുന്ന അർജുനനോട് ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിലെ 2-ാം അധ്യായത്തിലെ 37-ാം വചനത്തിൽ കൽപ്പിക്കുന്നുണ്ട്, ഹതോവ പ്രാപ്സ്യസി സ്വർഗം ജിത്തോവ മോക്ഷസ്യ മഹി തസ്മാദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ. അർജുന, നീ കൊല്ലപ്പെട്ടാൽ സ്വർഗം ലഭിക്കും, വിജയിക്കുകയാണ് എങ്കിൽ രാജ്യം അനുഭവിക്കാം, 2ആണെങ്കിലും എഴുന്നേൽക്കൂ കുന്തിപുത്ര യുദ്ധം ചെയ്യാനായിട്ട്. ഭാര്യ രക്ഷിക്കാൻ ശ്രീരാമൻ നടത്തിയ യുദ്ധത്തെ ന്യായീകരിക്കുന്നവരാണ് ഇസ്ലാം നൽകിയ അവകാശത്തെ എതിർക്കുന്നത്. ഭാണ്ഡമുള്ളവൻ ഭാണ്ഡമെടുക്കട്ടെ, പേഴ്സുള്ളവൻ പേഴ്സ് എടുക്കട്ടെ, ഇത് രണ്ടുമില്ലാത്തവൻ തന്റെ വസ്ത്രം വിറ്റിട്ടാണെങ്കിലും വാള് വാങ്ങട്ടെ എന്ന യേശുവിന്റെ ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിലെ 35-ാം വചനത്തെ ന്യായീകരിക്കുന്നവരാണ് പ്രതിരോധിക്കാൻ ഇസ്ലാം നൽകുന്ന അവകാശത്തെ എതിർക്കുന്നത്. ജീവിതത്തിൽ നാം സ്നേഹിക്കേണ്ട സന്ദർഭങ്ങളുണ്ട്, വെറുക്കേണ്ട സന്ദർഭങ്ങളുണ്ട്. ശക്തി പ്രയോഗിക്കേണ്ട ഘട്ടങ്ങളുണ്ട്, ശക്തി പ്രയോഗിക്കാൻ പാടില്ലാത്ത ഘട്ടങ്ങളുണ്ട്. ഒരു പെൺകുട്ടി ബലാത്സംഗത്തിന് ഇരയാകുമ്പോൾ ബലാത്സംഗം എന്ന പ്രവൃത്തിയെ നാം സ്നേഹിക്കുന്നുവെങ്കിൽ ആ സാഹചര്യത്തിൽ സ്നേഹം തിന്മയാണ്, നന്മയല്ല. ആ ബലാത്സംഗം എന്ന പ്രവൃത്തിയെ നാം വെറുക്കുന്നുവെങ്കിൽ ആ സാഹചര്യത്തിൽ വെറുപ്പ് നന്മയാണ്, തിന്മയല്ല. ആ പെൺകുട്ടിയെ രക്ഷിക്കാൻ നാം ശക്തി പ്രയോഗിക്കുന്നില്ല എങ്കിൽ ആ സാഹചര്യത്തിൽ ശക്തി പ്രയോഗിക്കാതിരിക്കുന്നത് തിന്മയാണ്, നന്മയല്ല. ആ സാഹചര്യത്തിൽ ശക്തി നാം പ്രയോഗിക്കുന്നുവെങ്കിൽ ശക്തി പ്രയോഗിക്കുന്നത് നന്മയാണ്, തിന്മയല്ല. അതുകൊണ്ട് തന്നെയാണ് വലാ തസ്തബിൽ ഹസനതു വല സയ്യിഅ ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ ഫഇദല്ലദി ബൈനക വബൈനഹു അദാവത്തുൻ കന്നഹു വലിയുൻ ഹമീം.
നന്മയും തിന്മയും തുല്യമല്ല. തിന്മയെ തിന്മ കൊണ്ട് നേരിടാതെ തിന്മയെ നന്മ കൊണ്ട് നേരിട്ടാൽ നിന്റെ കഠിന ശത്രു പോലും നിന്റെ ആത്മമിത്രമായി തീരുമെന്ന് 41 അധ്യായത്തിലെ 34 വചനത്തിലൂടെ കൽപ്പിക്കുന്ന ഖുർആൻ തന്നെ പ്രതിരോധിക്കാൻ അനുവാദം നൽകിയത്. അതുകൊണ്ട് തന്നെയാണ് ശക്തനായ പ്രതിയോഗിയെ മലർത്തിയടിക്കുന്നവനല്ല ധീരൻ, മറിച്ച് തിളച്ചു പൊങ്ങുന്ന കോപത്തെ തളച്ചു നിർത്തുന്നവനാണ് ധീരൻ എന്ന് പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ കൺമുൻപിൽ അതിക്രമം കണ്ടാൽ പറ്റുമെങ്കിൽ കൈകൊണ്ട് തടയണമെന്നും, അത് സാധിക്കുന്നില്ല എങ്കിൽ നാവുകൊണ്ട് എതിർക്കണമെന്നും, അതും പറ്റുന്നില്ല എങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും വെറുക്കണമെന്ന് പഠിപ്പിച്ചത്. ഈ മഹത്തായ ജിഹാദ് എന്ന തത്വത്തെ വികൃതമാക്കിയ ഖുർആനിക വചനങ്ങൾ വളച്ചോടിച്ച ന്യൂനപക്ഷത്തിൽ ന്യൂനപക്ഷമായ മുസ്ലിം ഭീകരവാദികളോടും തീവ്രവാദികളോടും മുസ്ലിങ്ങളായ നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. നിങ്ങൾ നടത്തിയിട്ടുള്ള ഭീകരാക്രമങ്ങളിൽ